പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് NK പ്രേമചന്ദ്രനെതിരെ ഉയർന്ന CPM വിമർശനം നിയമസഭയിൽ ഇന്നും ചർച്ചയായി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ക്ഷണമനുസരിച്ചാണ് പ്രേമചന്ദ്രൻ പാർലമെന്റ് ക്യാന്റീനിൽ നിന്ന് മറ്റ് MPമാർക്കും പ്രധാനമന്ത്രിക്കുമൊപ്പം ഭക്ഷണം കഴിച്ചത്. പ്രതിപക്ഷ ഐക്യത്തെ ചതിക്കുന്ന നിലപാട് എന്നതടക്കം വിമർശനം ഉയർന്നതിനെതിരെ പ്രേമചന്ദ്രനും രൂക്ഷമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ പാർലമെന്റ് മന്ദിരത്തിൽ ഓഫീസിൽ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഒരു MP എന്ന നിലയിൽ പാർലമെന്റ് അംഗമെന്ന നിലയിൽ പോകാതിരിക്കാൻ കഴിയുമോ? അവിടെ ചെന്ന് അദ്ദേഹം ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ ഇല്ല, ഞാൻ രാഷ്ട്രീയമായി നിങ്ങളോട് വിയോജിപ്പുള്ള ആളാണ്, ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കാൻ എൻ്റെ രാഷ്ട്രീയ സംസ്കാരം അനുവദിക്കുന്നില്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവും അനുവദിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പാർലമെൻ്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മിക്കവാറും അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം. അപ്പോൾ അതിനെ വിവാദവൽക്കരിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് CPM നടത്തുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും കൊല്ലത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും തിരിച്ചറിയും. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നത് പ്രേമചന്ദ്രൻ വഴിയാണോ എന്നുപോലും വിമർശനം ഉന്നയിക്കാൻ എളമരം കരീം കഴിഞ്ഞ ദിവസം തയ്യാറായി. നടപടി അങ്ങേയറ്റം മര്യാദകേടാണ് എന്നും എളമരം വിമർശിക്കുകയുണ്ടായി. കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണോ പ്രേമചന്ദ്രന്റേത് എന്ന് ചോദിച്ചത് സാക്ഷാൽ EP. ഈ ക്ഷണത്തിന്റെ അടിസ്ഥാനം എന്താ? അതൊരു പുതിയ അന്തർധാരയാണ്. BJPയുമായിട്ടുള്ള RSSുമായിട്ടുള്ള ബന്ധമാണത്. UDFന്റെ MPക്ക് ഐക്യവും സാഹോദര്യവും ഇതൊരു അന്തർധാരയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്ന ശക്തികൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കരുത്തും ശക്തിയും പകരുന്ന നിലപാടാണ് ഇവിടെ UDF MP, കൊല്ലം MP സ്വീകരിച്ചത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഇന്ന് സഭയിലും വിമർശനമുയർന്നപ്പോൾ VD സതീശൻ പ്രേമചന്ദ്രന് കവചമൊരുക്കി. പിന്നെ ഇവിടെ കുറേ പേര് പറയും NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയി സംസാരിച്ചു, അതോടുകൂടി ഭയങ്കര UDFും സംഘപരിവാറുമായിട്ട് ഭയങ്കര ലിങ്കായി, പ്രധാനമന്ത്രിയായിട്ട് ഭയങ്കര അടുപ്പമായി എന്നൊക്കെ. സാർ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു, പോണ്ടേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട്, ഞാൻ അപ്പം ചെല്ലുമല്ലോ, ഞാൻ ചെല്ലുമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന വാർത്ത പറയുക, നമുക്ക് ഈ ക്യാൻറ്റീനിൽ കയറി, മുഖ്യമന്ത്രി ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, ഈ ക്യാൻറ്റീനിൽ കയറി നമുക്കൊരു കാപ്പി പിടിക്കാം, അല്ലെ താൻ കഴിച്ചു. ഇന്നിപ്പോൾ ഞാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ റൂമിലൊരു മീറ്റിങ്ങിന് പോയി 2 മണിക്ക്. അപ്പോൾ എന്നോട് അദ്ദേഹം കണ്ടപ്പോൾ തന്നെ ചോദിച്ച ഭക്ഷണം കഴിച്ചതെന്നാ. ഞാൻ പറഞ്ഞു കഴിച്ചില്ല. അദ്ദേഹം കഴിച്ചാണെന്ന് പറഞ്ഞു. ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വിളിച്ച് റെഡിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ റൂമിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. സർ, ഇതൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളല്ലേ? UDF സംഘപരിവാർ ബന്ധം എന്ന ആരോപണത്തെ ചെറുക്കാൻ മുഖ്യമന്ത്രിക്ക് നേരെയും സതീശൻ വിമർശനത്തിന്റെ മുന തിരിച്ചു. അല്ല, നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ, നിങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞത്, രാജുകൊണ്ടിത്തന്നെ ഞങ്ങൾ പറഞ്ഞോളാം. നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി പറയാം. ഞങ്ങളതൊന്നും പറയാത്ത ആളാണ്. 2019 കേൾക്ക്, 2019 ജൂൺ 11-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു അതിഥി ഉണ്ടായിരുന്നു. ഒരാൾ കുടുംബവുമായിട്ടൊരു അതിഥി ഉണ്ടായിരുന്നു. ആരായിരുന്നു അറിയോ? ഭക്ഷണം കഴിക്കാൻ വന്ന, അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്ന ആരാ? BJPയുടെ മുൻ പ്രസിഡന്റ്, കേന്ദ്രമന്ത്രി, നാഗ്പൂരിൽ നിന്നുള്ള MP, നാഗ്പൂർ RSS ആസ്ഥാനത്തെ മോഹൻ ഭഗവതിൻ്റെ മാനസപുത്രൻ നിതിൻ ഗഡ്കരിയും കുടുംബവും ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഞങ്ങൾ വിമർശിച്ചോ? ഞാൻ പറഞ്ഞ വിളിക്കണമെന്നാണ്. അല്ലല്ല, കേൾക്ക്, ഞാൻ പറയുന്നത് ഞങ്ങൾ വിമർശിച്ചില്ല. ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല. ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പ്രേമേന്ദ്രനെ കുറിച്ച് ഇനി പ്രേമേന്ദ്രന്റെ നേർക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് വിചാരിച്ച് ചൂണ്ടിയാൽ മതി.